ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സേവനാഴി ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ലഡ്ഡു എങ്ങനെ തയ്യാറാക്കാമെന്നാണ്. അപ്പോൾ സേവനാഴിയിലേക്ക് മാവ് ഒഴിച്ച് കൊടുത്തിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് എങ്ങനെയാണ് ലഡ്ഡു തയ്യാറാക്കാമെന്ന് കണ്ടുനോക്കാം. അപ്പോൾ ഇത് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലോട്ട് 2 കപ്പ് അളവിൽ കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും അതുപോലെ തന്നെ ഒരു അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ മാവൊന്ന് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്, കുറച്ച് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് വേണം അത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടി മാവ് തയ്യാറാക്കുന്ന സമയത്ത് ഇത് ഒരുപാട് കട്ടിയായിട്ട് പോകരുത്, അതുപോലെ തന്നെ ഒരുപാട് ലൂസായിട്ട് എടുക്കരുത്. നമുക്കൊരു ഏകദേശം ഒരു ദോശമാവിൻ്റെ പരുവത്തിലൊക്കെ വേണം ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ലഡുവിനുള്ള ബൂന്തി തയ്യാറാക്കുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് വരില്ല. ഞാനിപ്പോൾ ടോട്ടൽ ഒരു 1.5 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ആ രീതിക്ക് തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബൂന്തി തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് സേവനാഴിയാണ്. അപ്പോൾ നമ്മൾ സേവനാഴിയിൽ ഇട്ട് കൊടുത്തിരിക്കുന്ന ചില്ല് ഇടിയപ്പം തയ്യാറാക്കുന്ന ചില്ലിനെക്കാട്ടും ഇത്തിരിയും കൂടി ഹോള് വലിപ്പമുള്ള ചില്ലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. ഇനി ഇതിലോട്ട് മാവ് ഒഴിച്ചിട്ടാണ് നമ്മൾ ബൂന്തി തയ്യാറാക്കുന്നത്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ചുറ്റിച്ച് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് സേവനാഴി വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ബൂന്തി തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്കിതിൽ സേവനാഴിക്കകത്ത് ഒരു സ്പൂൺ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വീണ് കിട്ടിക്കോളും. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ബൂന്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ഒരുപാട് സമയമായിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്, ഏകദേശം ഒരു 30 സെക്കൻഡോളം മതി, അപ്പം തന്നെ ഇതായി കിട്ടും. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് കോരി ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ രീതിക്ക് തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടിയും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് നന്നായിട്ട് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കാനായിട്ട് ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് അളവിൽ ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിലാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ ഷുഗറൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഷുഗറെല്ലാം നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരുപാട് ടൈമിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഒട്ടുന്ന പരുവാകുമ്പോൾ തന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ബൂന്തി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് എല്ലാം ബൂന്തിയിലേക്ക് പിടിച്ച് കിട്ടുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിലാണ് നെയ്യ് എടുത്തിരിക്കുന്നത്. കൂടെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ലാസ്റ്റ് നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും വറുത്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാനിതിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചൂടോട് കൂടി തന്നെ വേണം ലഡ്ഡു തയ്യാറാക്കി എടുക്കാനായിട്ട്. അതിനായിട്ട് ഞാനിപ്പോൾ ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഉരുളകളാക്കി ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ചെറിയ ചൂടോട് കൂടി തന്നെ വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ലഡു തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക്